ചാലക്കുടിയിലിറങ്ങിയ പുലിയെ മയക്കുവെടിവെക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കളക്ടർ. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പറവൂർ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ദേശീയപാത ചിറങ്ങരയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ചർച്ച ചെയ്യുന്നതിന് ഉടൻ യോഗം വിളിക്കുമെന്ന് കളക്ടർ. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ മാലിന്യ പ്രശ്നത്തെ ചൊല്ലി UDF കൌൺസിലർമാർ ചെയർമാന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരമധ്യത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരം ഉടൻ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും പ്രതിപക്ഷം. ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞ് തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട്. ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങൾ. കയ്പമംഗലത്ത് അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് മദ്യം വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. ചാലക്കുടി കാടുകുറ്റി പ്രദേശങ്ങളിൽ അടിക്കടി സാന്നിധ്യമുള്ള പുലിയെ പിടികൂടുന്ന ദൌത്യം ജില്ലാ ഭരണകൂടം വെല്ലുവിളിയായി ഏറ്റെടുക്കുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പുലിഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചാലക്കുടി ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധി ഉദ്യോഗസ്ഥ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. അപ്പം കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് പക്മാക്സും മറ്റേ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ഫൈനലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഒരുപാട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണുള്ളതെന്നുള്ള. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പുലിയെ കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി വൈൽഡ് ലൈഫ് ഓഫീസർമാരെ കൂടി ദൗത്യസംഘത്തിൽ ഉൾപ്പെടുത്തും. പുലിയെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെ നിരീക്ഷണ ക്യാമറകളിലും ചാലക്കുടി പുഴയുടെ ഇരുതീരങ്ങളിൽ നിന്ന് ലഭിച്ച കാൽപ്പാടുകളിലും ഒരു പുലിയുടെ സാന്നിധ്യമാണ് വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ പുലികളുണ്ടെന്ന സാമൂഹ്യ മാധ്യമ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു. നിലവിൽ 69 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ 20 CCTV ക്യാമറകളും സ്ഥാപിക്കും. 2 ഡിവിഷൻ പരിധികളിലായി 45 RRT സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും. ദൗത്യം അവസാനിക്കുന്നതുവരെ ക്യാമറകളും കൂടും വെച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ പൊതുജനങ്ങൾ പോകരുതെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC ബിജു, MS സുനിത, DFOമാരായ R ലക്ഷ്മി, വെങ്കടേശൻ, ചാലക്കുടി DYSP K സുരേഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ചാലക്കുടി. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പറവൂർ വെളിയത്തുനാട് സ്വദേശി പാലമിറ്റം വീട്ടിൽ 72 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്കൂട്ടറിൽ അതേ ദിശയിൽ പോയിരുന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ചന്ദ്രൻ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത ചിറങ്ങരയിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ചർച്ച ചെയ്യുന്നതിന് 10 ദിവസത്തിനകം അവലോകന യോഗം ചേരുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചിറങ്ങര ജംഗ്ഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. അടിപ്പാതയുടെ അടിത്തറ കോൺക്രീറ്റ് ചെയ്യുന്നതിന് കെട്ടിയ കമ്പികൾക്ക് നിലവാരമില്ലെന്നും വാഹനങ്ങൾ കയറിയപ്പോൾ കാനയുടെ സ്ലാബുകൾ പൊട്ടിയത് നിർമ്മാണത്തിലെ വികലതയാണെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയെ തുടർന്നാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പൌരസമിതി പ്രവർത്തകർ തുടങ്ങിയവർ അടിപ്പാത നിർമ്മാണത്തിലെ പരാതികൾ ജില്ലാ കളക്ടറെ ധരിപ്പിച്ചു. നിർമ്മാണം നടക്കുന്നതിനാൽ ദേശീയപാത ചിറങ്ങരയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കാര്യവും വാഹനങ്ങളെ തിരിച്ചുവിടാൻ ബോർഡുകൾ സാധിക്കാത്ത അനാസ്ഥയും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ മാലിന്യ പ്രശ്നത്തെ ചൊല്ലി UDF കൌൺസിലർമാർ ചെയർമാന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീറാണ് മാലിന്യ പ്രശ്നം ഉന്നയിച്ചത്. ചക്കം കണ്ടത്ത് ശുചിമുറി മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി ഉടമയ്ക്കെതിരെയും ഡ്രൈവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് ഷഫീർ ആവശ്യപ്പെട്ടു. നേരത്തെ മാലിന്യം തള്ളിയതിന് പിഴയിട്ടവരാണ് വീണ്ടും തള്ളാൻ ശ്രമിച്ചത്. നിയമവിദഗ്ധരുമായി ആലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് ഉറപ്പു നൽകി. ടൗൺഹാളിന് സമീപം നഗരസഭയുടെ സ്ഥലത്ത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. മാലിന്യം ഉടൻ നീക്കം ചെയ്യുമെന്നും ഇക്കാര്യം കൌൺസിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ചെയർമാൻ പറഞ്ഞു. വിശദമായി ചർച്ച ചെയ്യാൻ ചെയർമാൻ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. നഗരസഭയുടെ കെട്ടിടത്തിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് പരിഹരിക്കണമെന്ന് BJP അംഗം ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു.
നഗരസഭ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യമുയർന്നു. ക്ഷേത്രനടയിൽ ഇരുചക്രവാഹനം പാർക്ക് ചെയ്യാൻ സൌകര്യമില്ലെന്ന പരാതിയെ തുടർന്ന് കിഴക്കേ നടയിലെ അമ്പാടി പാർക്കിംഗ് ഗ്രൌണ്ട് പകുതി ഭാഗം ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സൌകര്യമൊരുക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. "100% മാലിന്യമുക്തമെന്ന നഗരസഭയെന്ന പദവിക്ക് കളങ്കമായി ഗുരുവായൂർ നഗരമധ്യത്തിൽ മാലിന്യ കൂമ്പാരം. മാലിന്യം ഉടൻ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് പ്രതിപക്ഷം. ടൗൺഹാളിന് സമീപത്തെ നഗരസഭയുടെ സ്ഥലത്താണ് 10 അടിയോളം ഉയരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ടൗൺഹാൾ പരിസരത്ത് നിന്ന് ശേഖരിച്ച മാലിന്യവും ഹരിതകർമ്മസേന ശേഖരിച്ച തരംതിരിച്ച മാലിന്യവുമാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടൗൺഹാൾ നവീകരണവുമായി ബന്ധപ്പെട്ട് കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് മാലിന്യ കൂമ്പാരം വെളിച്ചത്തായത്. ഇവിടെ കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭ കരാർ നൽകിയിരുന്നു. കരാറുകാർ ജൈവ മാലിന്യങ്ങൾ കൊണ്ടുപോയെങ്കിലും അജൈവ മാലിന്യങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് KP ഉദയന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന തെറ്റായ നടപടി തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടിയുമായി രംഗത്തിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു മലയോളം ഉയരത്തിലാണ് ഈ മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. ഇത് ഒരു ചെറിയ കാലഘട്ടത്തിന്റെ പഴക്കമല്ല ഈ മാലിന്യങ്ങൾക്കുള്ളത് എന്നതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ ഗൗരവം. ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നഗരസഭാ ഭരണാധികാരികളുടെ മൂക്കിന് ചുവടെ ഈ കാണുന്ന അജൈവ മാലിന്യ മല ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മാലിന്യത്തിന്റെ മറവിൽ ലോഡ് കണക്കിന് മണ്ണ് കടത്തിക്കൊണ്ടുപോയതായും കൌൺസിലർമാർ ആരോപിച്ചു. അതേസമയം മാലിന്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യാനുള്ള നടപടി ആരംഭിച്ചതായി ചെയർമാൻ M. കൃഷ്ണദാസ് അറിയിച്ചു. കൌൺസിൽ ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന ചെയർമാന്റെ നിർദ്ദേശം പാലിക്കാതെ ഗുരുവായൂർ നഗരസഭ കൌൺസിലർമാർ. ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ ഉദ്യോഗസ്ഥ വ്യത്യാസമില്ലാതെയാണ് ചട്ടലംഘനം നടക്കുന്നത്. കൌൺസിൽ യോഗത്തിൽ ഒരു വിഭാഗം കൌൺസിലർമാർ ചൂടേറിയ ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ ഒരു വിഭാഗം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിലാണ്. കൌൺസിൽ ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നതുവരെ കൌൺസിലർ ദേവിക ദിലീപ് ഫോണിലായിരുന്നു. യോഗം ബഹളമായതോടെ ദേവിക പുറകിലെ സീറ്റിലേക്ക് മാറിയിരുന്നു. ബഹളം ശാന്തമായതോടെ വീണ്ടും സ്വന്തം ഇരിപ്പിടത്തിലേക്ക് മാറി. കില സംഘടിപ്പിച്ച ഗൂഗിൾ മീറ്റിലായിരുന്നുവെന്നാണ് കൌൺസിലർ നൽകിയ വിശദീകരണം. കൌൺസിൽ ഹാളിലെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് നേരത്തെ നിരവധി തവണ ചെയർമാൻ കൌൺസിലർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൌൺസിൽ ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കണമെന്നായിരുന്നു ചെയർമാന്റെ നിർദ്ദേശം. പ്രതിഷേധവുമായി ചെയർമാന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിപക്ഷാംഗങ്ങളും ഫോൺ ഉപയോഗത്തിൽ ഒട്ടും കുറവ് വരുത്തിയില്ല. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകിയതോടെ തൃക്കോൾ ശാന്തി വന്നേരിപ്പറമ്പ് മഠം രതീഷ് തേവരുടെ തിടമ്പ് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് മണ്ഡപത്തിൽ ബ്രാഹ്മണിപ്പാട്ട് പറയും നടന്നു. നാളിശ്ശേരി പട്ടത്ത് പത്മിനി ബ്രാഹ്മണിയമ്മ ബ്രാഹ്മണിപ്പാട്ടിന് നേതൃത്വം നൽകി. തുടർന്ന് 5 ആനകളുടെ അകമ്പടിയോടെ തേവർ പുറത്തേക്ക് എഴുന്നള്ളി. ദേവസ്വം കൊമ്പൻ എറണാകുളം ശിവകുമാർ കോലമേറ്റി. ഇരട്ട ശംഖദാനം മുഴങ്ങിയതോടെ തേവർ സേതുക്കുളത്തിൽ ആറാട്ടിന് പുറപ്പെട്ടു. ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളിയ തേവർ പടിപ്പുരയ്ക്കൽ പടിക്കൽ ആദ്യപറ സ്വീകരിച്ച് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തേവർ തിരിച്ചെഴുന്നള്ളി. മേളത്തിന് പെരുവനം സതീശൻ മാരാർ പ്രമാണിത്വം വഹിച്ചു. പടിഞ്ഞാറേ നടയിലെ നടപ്പന്തലിൽ മേളം കൊട്ടിക്കലാശിച്ചതിനു ശേഷം തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. രാത്രി തേവർക്ക് മണിക്കിണറിന് സമീപം ചെമ്പിലാറാട്ടും നടത്തി. വെള്ളിയാഴ്ച രാവിലെ തേവർ പടിഞ്ഞാറേ നടയ്ക്കൽ പൂരത്തിന് എഴുന്നള്ളും. തുടർന്നുള്ള ദിവസങ്ങളിൽ തേവർ തട്ടകത്തിൽ വിവിധയിടങ്ങളിൽ ഗ്രാമപ്രദക്ഷിണം നടത്തും. ആറാട്ടുപുഴ പൂരത്തിൽ തേവർ നെടുനായകത്വം വഹിക്കും. കയ്പമംഗലത്ത് അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പീടിക ബീച്ച് സുജിത് സെന്ററിനടുത്ത് വളവത്ത് വീട്ടിൽ അജയനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രിയാണ് അമ്മ തങ്കയെ മദ്യപിക്കാൻ പണം നൽകാത്തതിലുള്ള വൈരാഗ്യത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കൈഞ്ഞരമ്പ് മുറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ തങ്ക കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ടി അഭിലാഷ്, മുഹമ്മദ് സിയാദ്, ASI PK നിഷി, സീനിയർ CPOമാരായ അൻവറുദ്ദീൻ, ജ്യോതിഷ്, മുഹമ്മദ് ഫാറൂഖ് എന്നിവർ ചേർന്നാണ് അജയനെ അറസ്റ്റ് ചെയ്തത്. മേലൂർ അടിച്ചിലിയിൽ ചാരായവാറ്റ് കേന്ദ്രത്തിൽ ചാലക്കുടി എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ 400 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. മധുരമറ്റത്തെ ആളൊഴിഞ്ഞു കിടക്കുന്ന വീടിന്റെ മറവിലായിരുന്നു വാറ്റുകേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. റേഞ്ച് ഇൻസ്പെക്ടർ CU ഹാരിഷിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PP ഷാജി, KK രാജു, ജേസൺ ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർ PR രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. കാണാതായ ബാൻഡ് സെറ്റ് കലാകാരനെ ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം കൊടപ്പാറ പതിപ്പറമ്പിൽ വീട്ടിൽ മണികണ്ഠൻ മകൻ 28 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. കൊടപ്പാറ ക്ഷേത്രത്തിന് സമീപമുള്ള ഭാരതപ്പുഴ കടവിലാണ് മൃതദേഹം കണ്ടത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ കടയുടമയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടൂർ പൊന്നനം മിനി എസ്റ്റേറ്റ് സ്വദേശിയായ കൊമ്പൻ വീട്ടിൽ സെബാസ്റ്റ്യനാണ് അറസ്റ്റിലായത്. സെബാസ്റ്റ്യൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീടിനോട് ചേർന്ന് നടത്തുന്ന കടയിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിന്നൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വഖഫ് നിയമം ലോക്സഭയിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച BJP മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, ജോസഫ് പടമാടൻ, CS അനുമോദ് തുടങ്ങിയവർ സംസാരിച്ചു. മക്കളുടെ ഹൃദയതാളമായി അമ്മമാരുടെ മേളപ്പെരുക്കം. ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിലെ ഭിന്നശേഷി കുട്ടികളും അവരുടെ അമ്മമാരും പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ചെങ്ങാലൂരിലെ ഓട്ടിസം പാർക്കിൽ ചെണ്ടകളിൽ നിന്നുയർന്ന ചെമ്പടവട്ടങ്ങൾ കുഞ്ഞുമക്കളുടെ ഹൃദയതാളം തന്നെയായിരുന്നു. അമ്മമാരും മക്കളും ചേർന്നൊരുക്കിയ അപൂർവ വാദ്യവിരുന്നിനാണ് ചെങ്ങാലൂരിലെ ഗവൺമെന്റ് LP സ്കൂൾ അങ്കണം വേദിയായത്. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ ഭദ്രദീപം തെളിയിച്ച ശേഷം കാലം നിരത്തിയ മേളരങ്ങിൽ സ്നേഹത്തിന്റെ താളവട്ടങ്ങളാണ് പെയ്തിറങ്ങിയത്. കുഞ്ഞുമക്കൾ ചെണ്ടയിൽ ഗണപതി കൊട്ടിയ ശേഷമായിരുന്നു അമ്മമാരുടെ പഞ്ചാരി. മേളകലാകാരനും പരിശീലകനുമായ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച നന്ദിപുലം സ്വദേശിനിയായ ജോസി ജേസൺ, മകൻ ഗോഡ്വിൻ, വരന്തരപ്പിള്ളി സ്വദേശിനി ബിൻസി ബിജു, മകൻ അലൻ ബിജു, ചെങ്ങാലൂർ സ്വദേശിനി ഉഷ ബാലകൃഷ്ണൻ, മകൾ നിരുപമ, കൊടകര സ്വദേശിനി ബിന്ദു തിലകൻ, മകൻ അക്ഷയ്, ശ്രീലങ്കയിൽ നിന്ന് ചെങ്ങാലൂരിൽ താമസമാക്കിയ ലലനി സുജീവയും മകൻ അമൃത് കൃഷ്ണയുമാണ് മേളവേദിയിൽ തിളക്കമാർന്ന താരങ്ങളായത്. ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മേളകലയുടെ ആദ്യരങ്ങിന് അക്ഷരമുറ്റം അരങ്ങായത്. പഞ്ചാരിയുടെ 3ാം കാലത്തിൽ തുടങ്ങി 4ഉം 5ഉം കാലവും പിന്നിട്ട് തീരുകൊട്ടി കലാശിച്ചപ്പോൾ 1 മണിക്കൂറോളം പിന്നിട്ടു. അരങ്ങേറ്റ ശേഷം അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അമ്മമാർക്കും കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി. ഓട്ടിസം ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, വാർഡ് മെമ്പർ പ്രീതി ബാലകൃഷ്ണൻ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കലാഭവൻ മണി സ്മാരക നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സംഭവ മഹാസഭ കൂടപ്പുഴ ശാഖ വാർഷിക സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും മറ്റ് പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി. സഭാ സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം PM സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഗീതരംഗത്ത് 35 വർഷം പിന്നിടുന്ന ഗായകൻ അയ്യപ്പദാസിനെ ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് ആദരിച്ചു. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾക്കിടെ ക്രെയിൻ പാലത്തിന്റെ മുകളിൽ നിന്ന് വീണു.
ക്രെയിൻ ഓപ്പറേറ്റർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലത്തിന്റെ സൈഡ് സ്ലാബ് സ്ഥാപിക്കുന്ന പണികൾ നടക്കുന്നതിനിടയിലാണ് അപകടം നടന്നത്. ഈ സമയം സർവീസ് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പറപ്പൂർ സെന്ററിൽ ടെമ്പോ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ പറപ്പൂർ സ്വദേശി ചാലക്കൽ വീട്ടിൽ രവിജിത്തിനാണ് പരിക്കേറ്റത്. തോളൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കും അമല ഭാഗത്തു നിന്ന് വരികയായിരുന്ന ട്രാവലറും കൂട്ടിയിടിക്കുകയായിരുന്നു. പറപ്പൂർ ആക്ട്സ് പ്രവർത്തകർ ഗുരുതരമായി പരിക്കേറ്റ രവിജിത്തിനെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകപ്രവൃത്തിയിൽ നിന്നും രാജിവെച്ച ബാലുവിന്റെ രാജി ദേവസ്വം ഭരണസമിതി യോഗം സ്വീകരിച്ചു. ഒഴിവുവന്ന കഴകപ്രവൃത്തിയിലേക്ക് പുതിയ ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് കൈമാറും. നിലവിലെ റാങ്ക് ലിസ്റ്റ് പ്രകാരം കഴകപ്രവൃത്തിയിലേക്കുള്ള അടുത്ത നിയമനം സംവരണ അടിസ്ഥാനത്തിലാണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാൾക്കാണ് അടുത്ത അവസരവും ലഭിക്കുക. സംവരണ പ്രകാരം തസ്തികയിലേക്ക് നിയമിച്ചാൽ തന്ത്രിമാരുടെ പ്രതിഷേധമുണ്ടായേക്കാം. എന്നാൽ നിസ്സഹകരണം ഉൾപ്പെടെയുള്ള നടപടികളുമായി തന്ത്രിമാർ മുന്നോട്ടു പോയാൽ തന്ത്രിമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് കൂടൽമാണിക്യ ദേവസ്വത്തിന്റെ തീരുമാനം. വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ബിജെപി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ബിജെപി സംസ്ഥാന നിർവാഹക സമിതി അംഗം ഇ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മഹേഷ് തിപ്പലശ്ശേരി എന്നിവർ സംസാരിച്ചു. കെ ബി സതീശൻ, മുകുന്ദൻ വേലൂർ, അഭിലാഷ് തയ്യൂർ, ജോജു ഫ്രാൻസിസ്, സുഭാഷ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചക്കം കണ്ടത്ത് റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ലോറി ചെളിയിൽ താഴ്ന്നു. ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥരെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രിയാണ് ലോറി ചെളിയിൽ താഴ്ന്നത്. മേഖലയിൽ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായി നേരത്തെ പരാതിയുണ്ടായിരുന്നു. മാലിന്യം ചക്കംകണ്ടം കായലിൽ പരന്ന് സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തുന്നതായും പരാതിയുണ്ട്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് കൊടിയേറും. ഉത്സവത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച ആരംഭിച്ച ദ്രവ്യകലശം വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിക്കും. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രോത്സവത്തിന് കൊടിയേറും. തുടർന്ന് രാത്രി 8-ന് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കർണശപഥം കഥകളിയോടെ ക്ഷേത്രോത്സവ കലാപരിപാടികൾക്കും തുടക്കമാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. ചേറ്റുവ ഫക്കീർ സാഹിബ് തങ്ങൾ ജാറത്തിലെ ചന്ദനക്കുടം നേർച്ചയ്ക്ക് വെള്ളിയാഴ്ച മൌലിദ് പാരായണത്തോടെ തുടക്കമാകും. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾക്ക് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ.എം. ആഷിഫ്, ജനറൽ സെക്രട്ടറി കെ.എം. ബദ്രുദ്ദീൻ, ആർ.കെ. അബ്ദുൾ റഹ്മാൻ, എ.എ. ഷെഫീർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ജോയിന്റ് കൌൺസിൽ മേഖലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ. ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വി.സി. വിനോദ് അധ്യക്ഷത വഹിച്ചു. വി.ജെ. മുരളി, പി.കെ. അബ്ദുൾ മനാഫ്, വി.ആർ. സുജീഷ് കുമാർ, ഇ.ജി. റാണി, ഇ.ജെ. അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കുന്ന ആക്രി ആപ്പ് പദ്ധതി ചാലക്കുടി നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു. സർക്കാരിന്റെ ISO സർട്ടിഫിക്കേഷനും ക്ലീൻ കേരള കമ്പനിയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അംഗീകാരമുള്ള ആക്രി ഇംപാക്ട് എന്ന സ്ഥാപനമാണ് വീടുകളിൽ നിന്നും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ആക്രി ആപ്പിന്റെ ബയോമെഡിക്കൽ വിഭാഗത്തിന്റെ ബുക്ക് ചെയ്യുകയോ 800-890-5089 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ ബന്ധപ്പെട്ട സ്ഥാപന പ്രതിനിധികൾ ബുക്കിംഗ് ദിവസങ്ങളിൽ തന്നെ വീടുകളിലെത്തി മാലിന്യം കൊണ്ടുപോകും. മാലിന്യത്തിന് കിലോഗ്രാമിന് 45 രൂപ വീട്ടുകാർ നൽകണമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് അരങ്ങുണരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകാറുള്ളത് അലങ്കാരങ്ങളാണ്. തുണികൊണ്ട് പൂക്കൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് വേലൂർ ഗ്രാമവാസികൾ.
വർഷവും വ്യത്യസ്തമായ അലങ്കാരങ്ങളാണ് സംഘാടകർ നടത്താറുള്ളത്. ഇത്തവണ ഗ്രാമകം നാടകോത്സവ നഗരി അലങ്കരിക്കുന്നത് പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ടാണ്. കുട്ടികളും വനിതകളും ഉൾപ്പെടുന്ന സംഘങ്ങൾ പൂക്കൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 50,000-ന് മുകളിൽ പൂക്കൾ അലങ്കാരത്തിന് വേണ്ടിവരും. നാടകം കാണുവാനുള്ള ആവേശം പോലെ തന്നെ അലങ്കാര പണികളിലും പങ്കാളികളാവുകയാണ് നാട്ടുകാർ. ഈ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേലൂർ തന്നെ പല ഭാഗങ്ങളിലെ അമ്മമാരും പെങ്ങന്മാരും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ അവരാണ് ഇതൊക്കെ വളരെ ആവേശപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ വർഷവും വ്യത്യസ്തമായ രീതിയിൽ അലങ്കരിക്കാറുണ്ട്. ഇപ്രാവശ്യം ഈ പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം സാരികൾ കൊണ്ടുള്ള അലങ്കാരമായിരുന്നു ഗ്രാമകത്തിൽ ഉപയോഗിച്ചത്. 3500-ൽ കൂടുതൽ സാരികളാണ് ഇതിന് ഉപയോഗിച്ചത്. വേലൂരിലെയും പരിസര ഗ്രാമങ്ങളിലെയും വീടുകളിൽ നിന്നാണ് സാരികൾ ശേഖരിച്ചത്. DCV എരുമപ്പെട്ടി. വരവൂരിൽ ഇരുചക്ര വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ച ഇന്നോവ കാർ നിർത്താതെ പോയി യാത്രക്കാരിക്ക് പരിക്കേറ്റു. കറുകപ്പുത്തൂർ സ്വദേശി സെയ്ഫുന്നിസയ്ക്കാണ് പരിക്കേറ്റത്. വരവൂർ വേട്ടാണി കയറ്റം വളവിലാണ് അപകടമുണ്ടായത്. വരവൂർ ഭാഗത്തുനിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ എതിർവശത്ത് വന്നിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. പരിക്കേറ്റ സെയ്ഫുന്നിസയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ബ്ലോക്ക് തല പ്രഖ്യാപനം നടന്നു. മാലിന്യമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാരം വടക്കേക്കാട് പഞ്ചായത്തിന് ലഭിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വടക്കേക്കാട്, രാജ ആയുർവേദ റിസോർട്ട്, ഉദയ വായനശാല ഇരട്ടപ്പുഴ, കുന്നത്തൂർ റെസിഡൻസി പുന്നേർകുളം, ഒരുമനയൂർ ഹരിതകർമ്മസേന കൺസോർഷ്യം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വടക്കേക്കാട് എന്നീ സ്ഥാപനങ്ങൾ പ്രത്യേക പ്രൊട്ടക്ഷൻ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ, സെക്രട്ടറി CA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ചത്ത കോഴികളെ സൂക്ഷിച്ച ഇറച്ചിക്കടയ്ക്ക് 25,000 രൂപ പിഴ ഈടാക്കാൻ നഗരസഭ നോട്ടീസ് നൽകി. തമ്പുരാൻപടിയിലെ ഹലാൽ മീറ്റ് സെന്ററിനാണ് നഗരസഭ നോട്ടീസ് നൽകിയത്. പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ C ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 10-ലധികം ചത്ത കോഴികളെയാണ് പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് 7 ദിവസത്തിനകം പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയത്. ചത്ത കോഴികളടക്കമുള്ള മാലിന്യങ്ങൾ എരുമപ്പെട്ടിയിലെ റെൻഡറിംഗ് പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. എന്നാൽ ഇതിന് കൊണ്ടുവന്ന വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനാൽ നാട്ടുകാർ തടഞ്ഞു. ഇതേ തുടർന്ന് ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസെത്തി വാഹന ഉടമയിൽ നിന്ന് പിഴ ഈടാക്കി. ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ലൈസൻസ് പുതുക്കാത്തതിന് സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ S ഹർഷീദ് പറഞ്ഞു. ലൈസൻസോ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുഴുവരിച്ച നിലയിലെ ചത്ത കോഴികളും വേസ്റ്റുകളും നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് മണത്തിട്ട് നാട്ടുകാർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വഴി യാത്രക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. അത്രയും ദുർഗന്ധം വമിക്കാണ്. അതുകൊണ്ട് ഇത് അടച്ചുപൂട്ടണം. അതൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അടിയന്തര നടപടി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മികച്ച മാലിന്യമുക്ത പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരവും മികച്ച ഹരിതകർമ്മസേനയ്ക്കുള്ള പുരസ്കാരവും കൊടകര പഞ്ചായത്ത് കരസ്ഥമാക്കി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന പ്രതിനിധികൾ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. വാണിജ്യം. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമായി തൃശൂർ MG റോഡിൽ രാംദാസ് തിയേറ്ററിന് സമീപം വയലറ്റ് ഫാൻസി ഷോപ്പ് പ്രവർത്തനമാരംഭിച്ചു. കുമാരി ദിയ വയലറ്റ് ഫാൻസി ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. ആന്റിക് മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയുടെ കമനീയവും വൈവിധ്യമാർന്നതുമായ കളക്ഷന് പുറമെ പേഴ്സുകൾ, ബാഗുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവും കസ്റ്റമേഴ്സിനായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റംസാൻ, വിഷു, ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച്
ആകർഷകമായ ഓഫറുകൾക്ക് പുറമെ ഓരോ പർച്ചേസിനും ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ടും ലഭ്യമാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 7:30 വരെയാണ് പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 8075952017. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8560 രൂപ, പവന് 68,480 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3422 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിലിറങ്ങിയ പുലിയുടെ മയക്കുവെടി വയ്ക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കളക്ടർ. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പറവൂർ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ദേശീയപാത ചിറങ്ങരയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ചർച്ച ചെയ്യുന്നതിന് ഉടൻ യോഗം വിളിക്കുമെന്ന് കളക്ടർ. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ മാലിന്യ പ്രശ്നത്തെ ചൊല്ലി UDF കൌൺസിലർമാർ ചെയർമാന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരമധ്യത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരം ഉടൻ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും പ്രതിപക്ഷം. ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞ് തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട്. ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് 1000. കയ്പമംഗലത്ത് അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് മദ്യം വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.